ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് ഡേ 27 ആണ് നമ്മുടേത്. അതായത് 7ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ ആണ് ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും എന്നുള്ളത്. സങ്കേതങ്ങളാണ് കേട്ടോ, സങ്കേതങ്ങളല്ല, ആധുനിക സങ്കേതങ്ങളും എന്നുള്ളത്. അപ്പൊ എന്താണ് ഈ ചാപ്റ്ററിൽ നമ്മുടെ എന്ത് ചെയ്യുക, നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ ഡെയിലി ടൈം ടേബിൾ പോകുന്നുണ്ട്. അതനുസരിച്ചാണ് എന്ത് വരുന്നത്, മോക്ക് ടെസ്റ്റ് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ 3 പ്ലേലിസ്റ്റ് ആയിട്ട് കിടപ്പുണ്ട്. ഒന്ന് എന്താണ് SCRT ക്ലാസ്സുകൾ, അതായത് ക്ലാസ് 5, 6 അങ്ങനെ സെപ്പറേറ്റ് കിടപ്പുണ്ട്. അതേപോലെ തന്നെ ക്ലാസ് 5 സയൻസ്, ക്ലാസ് 5 സോഷ്യൽ എന്ന് പറഞ്ഞ് ഓരോ ചാപ്റ്ററും അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ളത് SCRT ടൈം ടേബിൾ എന്നും പറഞ്ഞ് SCRT ചാപ്റ്റർ വൈസ് ടൈം ടേബിൾ എന്ന് കിടപ്പുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഡേ 1 നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റർ ഏതാണെന്ന് കിട്ടും, ഡേ 2 പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയെന്ന് കിട്ടും. അത് പഠിച്ചിട്ട് എന്ത് ചെയ്യുക, നേരെ പ്ലേലിസ്റ്റിൽ പോകുമ്പോൾ SCRT മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് കാണാം. അതിൽ ഡേ 1 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഡേ 1 പഠിച്ച ചാപ്റ്ററിന്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതേപോലെ ടെലഗ്രാമിൽ ഞാൻ അതിന്റെ ലിങ്ക് ആയിട്ട് ഞാൻ 15 ദിവസം വരെ ലിങ്ക് ആയിട്ട് ഒരു മെസ്സേജ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ നോക്കിയാലും നിങ്ങൾക്ക് എന്താ ഡയറക്റ്റ് മോക്ക് ടെസ്റ്റിലേക്കും അതേപോലെ ക്ലാസ്സുകളിലേക്കും പോകാം. അപ്പൊ ഇന്നും എന്താണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്, ഇതിന്റെ ക്ലാസ് കണ്ടിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ക്ലാസ് നമ്മുടെ ടെലഗ്രാമിൽ അവൈലബിൾ ആണ്, ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാകും ഈ ക്ലാസിന്റെ, അതായത് ഈ ഒരു ചാപ്റ്ററിന്റെ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താന്ന് നോക്കിക്കേ, താഴെ തന്നിരിക്കുന്നതിൽ ഗ്ലോബിന് യോജിച്ച പ്രസ്താവനകൾ ഏതെല്ലാം? ഗ്ലോബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭൂമിയുടെ ദ്വിമാന മാതൃക. ദ്വിമാന മാതൃക എന്ന് പറയുമ്പോൾ 2D ആണ് അല്ലെ. 2D എന്താണ്? 2D ഷേപ്പ് എന്ന് പറയുന്നത് ഭൂപടമാണ്. അപ്പൊ ഒന്നല്ല എന്ന് മനസ്സിലായി. ഒന്നല്ല എന്ന് പറയുമ്പോൾ ഇത് രണ്ടും അങ്ങ് കട്ട് ചെയ്തു. നമുക്ക് എന്താ വേണ്ടത്? ഗ്ലോബിന് യോജിച്ചതാണ്. ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണ് എന്ത്? ഗ്ലോബ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശരിയാണ്, 2 ശരിയാണ്. അപ്പൊ ഇതുമല്ല ആൻസർ. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഭൂമിയുടെ ത്രിമാന മാതൃക 3D അല്ലേ ഗ്ലോബ് എന്ന് പറയുന്നത്. രേഖാംശ രേഖകൾ അർദ്ധവൃത്തങ്ങളായും അക്ഷാംശ രേഖകൾ കേന്ദ്രീകൃത വൃത്തങ്ങളായും ചിത്രീകരിക്കുന്നത് എവിടെയാണ്? ഗ്ലോബിലാണ്. ഭൂപടത്തിലാണെങ്കിൽ എന്താണ്? എല്ലാം നേർരേഖകളായിട്ടായിരിക്കും ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ 2, 3, 4 എന്താണ്? ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ സാംസ്കാരിക ഭൂപടത്തിന് ഉദാഹരണം. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഭൂപടങ്ങളെ ഭൗതിക ഭൂപടമെന്നും സാംസ്കാരിക ഭൂപടമെന്നും 2 ആയിട്ട് തിരിക്കുന്നുണ്ട്. ഭൗതിക ഭൂപടം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഭൗതികമായ കാര്യങ്ങളൊക്കെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്, മണ്ണ്, അതേപോലെ ഭൂപ്രകൃതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി സാംസ്കാരിക ഭൂപടം എന്ന് പറയുമ്പോൾ എന്താണ്? മനുഷ്യനിർമ്മിതമാണ്. ഭൗതികമാണെങ്കിൽ പ്രകൃതിദത്തമാണെങ്കിലും സാംസ്കാരികം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമാണ്. അപ്പൊ ഇവിടെ ആൻസർ ഏതായിരിക്കും? പ്രകൃതിദത്ത ഭൂപടം എന്താണ്? ഭൗതിക ഭൂപടമാണ്. മണ്ണ് ഭൂപടം എന്താണ്? ഭൗതികമാണ്. ഗതാഗത ഭൂപടം എന്താണ്? സാംസ്കാരിക ഭൂപടമാണ്. ഇന്ത്യയിൽ ISRO നിർമ്മിച്ച ഭൂപട നിർമ്മാണ സംവിധാനം നാവിക്, കാർട്ടോസാറ്റ്, ഗഗൻ, ഭുവൻ ഏതാണ്? ഭുവനാണ്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 15 ക്വസ്റ്റ്യൻ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. എത്ര മാർക്ക് കിട്ടിയെന്ന് ഉറപ്പായിട്ടും കമന്റ് ചെയ്യണേ. 1 സെന്റിമീറ്റർ ഈക്വൽ ടു 1 കിലോമീറ്റർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് രീതിയിലുള്ള പ്രസ്താവന തോതിലാണ്? തോതിലാണെന്നാണ്. ഏതാണ് പ്രസ്താവന രീതി? ഏത് രീതിയിലുള്ള തോതിലാണ്? ഓക്കെ, പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖീയ രീതി, അനുപാത രീതി. ഏതാണത്? നമ്മൾ അല്ലെ വിശദമായിട്ട് പറഞ്ഞിരിക്കണം. 1 സെന്റിമീറ്റർ നമ്മൾ ഉദ്ദേശിക്കുന്നത് 1 കിലോമീറ്ററിനെയാണ്. അപ്പൊ ഏതാണിത്? പ്രസ്താവന രീതിയാണ്. ഭൂപ്രകൃതി, മഴ, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്ത സവിശേഷതകൾ ചിത്രീകരിക്കുന്നത് ഏത് ഭൂപടത്തിലാണ്? ഏത് ഭൂപടത്തിലാണ് പ്രകൃതിദത്ത സവിശേഷതകൾ? നമ്മൾ പറഞ്ഞു, ഭൗതിക ഭൂപടം പ്രകൃതിദത്തവും സാംസ്കാരിക ഭൂപടങ്ങൾ എന്താണ്? മനുഷ്യനിർമ്മിതവുമാണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. സംസ്ഥാനം, ജില്ല, രാജ്യങ്ങളുടെ അതിർത്തികൾ കാണിക്കുന്ന ഭൂപടം ഏതാണെന്ന്? രാഷ്ട്രീയ ഭൂപടം, കാലാവസ്ഥാ ഭൂപടം, മഴ ഭൂപടം, ഗതാഗത ഭൂപടം. ഏതാണ്? അത് രാഷ്ട്രീയ ഭൂപടമാണ്. രാഷ്ട്രീയ ഭൂപടങ്ങളിലാണ് ജില്ല, അതേപോലെ അതിർത്തി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭൂപടത്തിലെ നിറങ്ങൾക്കും ചിഹ്നങ്ങൾക്കും അർത്ഥം വ്യക്തമാക്കുന്നത് എന്താണെന്ന്? അർത്ഥം അതെങ്ങനെയാ? നമ്മളിപ്പോ പറയത്തില്ലേ, ഒരു ഭൂപടം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇത് കേരളത്തിന്റെ ഭൂപടമാണ് എങ്കിൽ അതിന് ഇവിടെ എന്ത് കൊടുക്കുന്നു? ഭൂപ്രകൃതി എന്ന് കൊടുത്തു. അതാണ് കേരളത്തിന്റെ ഭൂപ്രകൃതിയാണ്, അത് തലക്കെട്ടാണ്. പിന്നെ എന്താണ്? അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ ഉണ്ടാകും. പിന്നെ എന്തുണ്ട്? നമ്മളിവിടെ കളറൊക്കെ കൊടുക്കുവാണ്. ഈ നിറങ്ങളൊക്കെ വ്യക്തമാക്കുന്ന എന്താണ്? സൂചികയാണ്. നമ്മൾ അവിടെ എന്താണ് നമ്മൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവരവിടെ മെൻഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ സൂചിക എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. 1:10 ലക്ഷം എന്ന രീതിയിൽ നൽകിയ തോത് ഏത് വിഭാഗത്തിൽ പെടുന്നു? അപ്പൊ ഏതാണെന്ന് നോക്കിക്കേ. ഇങ്ങനെ തരുന്ന തോതെന്ന് പറയുന്നത് ഏതാണ്? അത് ഭിന്നക രീതിയാണ് അല്ലെ. ഭിന്നക രീതി. ഓക്കെ,
രാഷ്ട്രീയ ഭൂപടങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? രാഷ്ട്രീയ ഭൂപടങ്ങൾ എവിടെയാണ്? ഭൗതിക ഭൂപടം, സാംസ്കാരിക ഭൂപടം, കാലാവസ്ഥാ ഭൂപടം, മഴ ഭൂപടം. ഇതേതാണ്? സാംസ്കാരിക ഭൂപടമാണ്. കാലാവസ്ഥാ ഭൂപടം, മഴ ഭൂപടം ഒക്കെ എന്താണ്? ഭൗതിക ഭൂപടത്തിന് ഉദാഹരണങ്ങളാണ്. ഭൂതല റിമോട്ട് സെൻസിങ് നടത്തുന്നത് എങ്ങനെയാണെന്ന്. ഭൂതലമുണ്ട്, അതേപോലെ വിദൂരം എന്നൊക്കെ നമ്മൾ അല്ലെ, റിമോട്ട് സെൻസിങ്, ഉപഗ്രഹം, ആകാശീയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭൂതലം എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ്? ഭൂമിയിൽ നിന്ന്. ഉപഗ്രഹമാണെങ്കിലും അത് ഉപഗ്രഹ തലമാണ്. മറ്റേത് വിമാനത്തിലാണെങ്കിൽ അത് ആകാശീയമാണ്. അപ്പൊ ഏതാണിത്? ഭൂതല റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് ക്യാമറ ഉപയോഗിച്ചാണ് എന്ത് നടത്തുന്നത്? ഫോട്ടോ എടുത്തിട്ടാണ് വിവരങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. ഭൂപടങ്ങളിലെ രേഖാംശ അക്ഷാംശ രേഖകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഉയരം നിർണ്ണയിക്കാൻ, ഉയരത്തിനാണോ? പ്രദേശത്തിന്റെ അതിർത്തി വരയ്ക്കാൻ, സ്ഥാനം കൃത്യമായി തിരിച്ചറിയാനാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്ഷാംശ രേഖാംശ രേഖകൾ. നമ്മൾ പറയാണ് ഇത്ര ഡിഗ്രിക്കും ഇടക്കാണ് നമുക്ക് എന്ത് സ്ഥിതി, നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ കറക്റ്റ് നമുക്ക് ആ പോയിന്റ് എവിടെയാണെന്ന് മനസ്സിലാകും. ഉപഗ്രഹ റിമോട്ട് സെൻസിങ്ങിന്റെ പ്രധാന പ്രയോജനം എന്താ? നേരിട്ടുള്ള ഭൂപരിശോധന ഒരിക്കലുമല്ല അല്ലെ. പരിമിതമായ പ്രദേശങ്ങളിലെ വിവരം, അതുമല്ല. വേഗത്തിൽ വ്യാപക പ്രദേശങ്ങളിൽ നിന്നും വിവരം ശേഖരിക്കൽ അല്ലെ. ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന്, ഉപഗ്രഹത്തിൽ നിന്നാണ് എടുക്കുന്നത്, ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് എന്താണ്? വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? വിവരങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലാർജ് സ്കെയിൽ മാപ്പ് ഏത്? ലാർജ് സ്കെയിൽ മാപ്പ് അതേപോലെ തന്നെ എന്താണ്? വലിയ തോത് ഭൂപടവുമുണ്ട്, ചെറിയ തോത് ഭൂപടവുമുണ്ട്. വലിയ തോത് ഭൂപടം എന്ന് പറയുമ്പോൾ എന്താണ്? വലിയ കാര്യങ്ങളാണ് അതിൽ അടയാളപ്പെടുത്തുന്നത്. അപ്പൊ എന്താണ്? ചെറിയ സ്ഥലത്തിന്റെ വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ വരുമ്പോൾ ഏതാണ്? കഡസ്ട്രൽ ഭൂപടമാണ്. ലോക ഭൂപടം, ഏഷ്യ ഭൂപടം, ഇന്ത്യ ഭൂപടം ഒക്കെ എന്താണ്? ചെറിയ തോത് ഭൂപടങ്ങളാണ്. ഭൂപടങ്ങളിൽ കൃഷിസ്ഥലങ്ങൾ ചിത്രീകരിക്കാൻ, കൃഷിസ്ഥലങ്ങൾ ഏതാണ്? മഞ്ഞയാണ്. കൃഷിസ്ഥലങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറമാണ് മഞ്ഞ. സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങൾ തിരഞ്ഞെടുക്കാൻ, സാംസ്കാരിക ഭൂപടമാണ് പറഞ്ഞിരിക്കുന്നത്. സൈനിക ഭൂപടം എന്തായിരിക്കും? അത് സാംസ്കാരികമാണ്, മനുഷ്യനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. കാലാവസ്ഥാ ഭൂപടം എന്ന് പറയുന്നത് ഭൗതികമാണ്. അതേപോലെ ബാക്കി മൂന്നും എന്താണ്? ഭൂവിനിയോഗ ഭൂപടം, രാഷ്ട്രീയ ഭൂപടം, ഇതെല്ലാം എന്താണ്? ഈ പറയുന്ന സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 15 ക്വസ്റ്റ്യൻ ഉണ്ട്. എത്ര മാർക്ക് കിട്ടിയെന്ന് ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്